TV ക്രിസ്ത്യൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബൈബിൾ കയ്യെഴുത്തിന് സജി മൂപ്പരേത്ത് യോഹന്നാനെ ആദരിച്ചു. TPM ആൽപ്പാറ ആരാധനാലയത്തിന് നേരെ ആക്രമണം. ബീഹാറിൽ ആരാധനാലയത്തിന് തീയിട്ടു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ക്രിസ്തു പ്രതിമ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിൽ. വാർത്തകൾ വിശദമായി. ജിദ്ദയിൽ പ്രവാസിയായ ബ്രദർ സജി മൂപ്പരേത്ത് യോഹന്നാൻ വേദപുസ്തകം മുഴുവൻ കൈയെഴുത്തായി എഴുതിയതിന് ഡോക്ടർ സുശീൽ മാത്യു ഫലകവും അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു. 2023 ഓഗസ്റ്റ് 7 എഴുതി തുടങ്ങിയ ബൈബിൾ 2024 ജൂലൈ 14 എഴുതി പൂർത്തീകരിച്ചു. 438 പേജുകൾ പുതിയ നിയമവും 1478 പേജുകൾ പഴയ നിയമവുമായി 1916 പേജുകളിൽ 40 പേനകൾ ഉപയോഗിച്ചാണ് ബൈബിൾ എഴുതി തീർത്തത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഓഡിയോ റെക്കോർഡിംഗും പൂർത്തിയാക്കിയ സജി 32 വർഷങ്ങളായി ജിദ്ദയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ജിദ്ദ എബനേസർ ഫെലോഷിപ്പ് സഭാംഗവും നരിക്കൽ മൂപ്പിരേത്ത് കുടുംബാംഗവും അസംബ്ലീസ് ഓഫ് ഗോഡ് നരിക്കൽ സഭാ വിശ്വാസിയുമാണ്. ഭാര്യ മിനി സജി, മക്കൾ ഹെലൻ, ജോൺ, ജോയൽ. ദി പെന്തക്കോസ്ത് മിഷൻ ആൽപ്പാറ സഭാ ഹാളിന് നേരെ യുവാവിന്റെ ആക്രമണം. സെപ്റ്റംബർ 12 വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്കായിരുന്നു സംഭവം. കാറിലെത്തിയ യുവാവ് ഫെയ്ത്ത് ഹോമിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസി സഹോദരിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അവിടെയുണ്ടായിരുന്ന കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് സഭാ ഹാളിന്റെ ഷട്ടറിലേക്കും കൺവെൻഷൻ ഉപയോഗിക്കുന്ന പൊതു പാചകശാലയുടെ കതകിലേക്കും മുൻവാതിലിലേക്കും കാർ ഇടിച്ചു കയറ്റി. യാതൊരു പ്രകോപനവുമില്ലാതെ പെട്ടെന്നുള്ള യുവാവിന്റെ ആക്രമണം സുവിശേഷ വേലക്കാരായ സഹോദരിമാരെയും വിശ്വാസികളെയും കുറച്ചു സമയം ഭീതിയിലാക്കി. വിവരമറിഞ്ഞെത്തിയ വിശ്വാസികൾക്ക് നേരെയും യുവാവ് ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്നു. വിശ്വാസികളും സമീപവാസികളും വിവരമറിയിച്ചതിനെ തുടർന്ന് PG പോലീസ് സ്ഥലത്തെത്തിയ പോലീസിനോടും തട്ടിക്കയറിയ യുവാവിനെ പിന്നീട് കൂടുതൽ പോലീസ് എത്തി ബലം പ്രയോഗിച്ചാണ് കീഴ്പ്പെടുത്തിയത്. സമാധാനപരമായി സുവിശേഷ പ്രവർത്തനം നടത്തിവരുന്ന ആൽപ്പാറ TPM ആരാധനാലയത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ സഭാവിശ്വാസികൾക്ക് ചെറിയ തോതിൽ എതിർപ്പുണ്ടെങ്കിലും അപ്പോസ്തോലിക ഉപദേശത്തിൽ പ്രവർത്തിക്കുന്ന സഭാ നേതൃത്വം കേസിനൊന്നും പോകുവാൻ തയ്യാറല്ല. പകരം ആക്രമണം നടത്തിയ യുവാവിന് വേണ്ടിയും ആൽപ്പാറ സഭയുടെ സുഗമമായ പ്രവർത്തനത്തിനു വേണ്ടിയും ഏവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. നവാദ സെന്ററിൽ കൃഷ്ണനഗറിലെ 80 വീടുകളും ക്രിസ്തീയ പ്രാർത്ഥനാലയവും വിരോധികൾ അഗ്നിക്കിരയാക്കി. അതിൽ 50 ഭവനങ്ങളും ക്രിസ്തീയ വിശ്വാസ ഭവനങ്ങളായിരുന്നു. ചൂളയിൽ പണിയെടുക്കുന്ന മുസാഫർ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന പാവപ്പെട്ടവരായ ആളുകളാണ് അവിടെ താമസിച്ചിരുന്നത്. ഇവിടെ സർക്കാർ അനുവദിച്ചു കൊടുത്ത 24 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ചെറിയ കുടിലുകൾ ഉണ്ടാക്കിയാണ് ഇവർ പാർത്തിരുന്നത്. അവരുടെ ഇടയിൽ നിന്നും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആളുകൾ ഉണ്ടാക്കിയ ആരാധനാലയവും അവരുടെ കുടിലുകളുമാണ് അഗ്നിക്കിരയാക്കി തീർത്തത്. നാളുകളായി ഇവിടെ നിലനിന്നിരുന്ന സ്ഥലം സംബന്ധിച്ച തർക്കമാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളതാണ് എന്നും പറയപ്പെടുന്നു. ദരിദ്രരായ ദളിത് വിഭാഗങ്ങൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ എതിർക്കുകയും സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ നീചപ്രവൃത്തിയെ ശക്തമായി അപലപിക്കുകയും കുറ്റക്കാരായവരെ ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ലോകത്തിൽ വെച്ച് ഏറ്റവും ഉയരമുള്ള ക്രിസ്തു പ്രതിമ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. നോർത്ത് സുമാത്ര പ്രവിശ്യയിലെ സമോസിർ റിജൻസിയിലെ തോബ തടാകത്തിന് സമീപമുള്ള സിബിയാബിയ കുന്നിലാണ് 61 മീറ്റർ ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത്. ഇന്തോനേഷ്യൻ ബിഷപ്സ് കോൺഫറൻസ് പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ അന്റോണിയസ് സുബിയാൻഡോ ബെഞ്ചമിൻ ഇതിന്റെ ആശീർവാദവും ഉദ്ഘാടനവും നിർവഹിച്ചു. ഈ കുന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണെന്നും ആളുകളുടെ വിശ്വാസം ശക്തിപ്പെടാൻ ഈ സ്ഥലം നിമിത്തമാകുമെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. കഴിഞ്ഞ 6 ഇന്തോനേഷ്യൻ സന്ദർശനത്തിനിടെ ജക്കാർത്തയിലെ വത്തിക്കാൻ സ്ഥാനാപതി കാര്യാലയത്തിൽ വെച്ച് ഈ പ്രതിമയുടെ ചെറുപതിപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണിക്കുകയും മാർപ്പാപ്പ അത് ആശീർവദിക്കുകയും ചെയ്തിരുന്നു. പ്രതിമയ്ക്ക് താഴെയായി ആലേഖനം ചെയ്ത പ്രാർത്ഥനയിൽ മാർപ്പാപ്പയുടെ ഒപ്പും ചേർത്തിട്ടുണ്ട്.